ഹായ് ഗൈസ്, ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഒരു ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പാണ്. അപ്പോൾ ഇതിനാവശ്യമുള്ളത് ഒരു വലിയ സവാള പകുതി മുറിച്ചത്, ചെറിയ കഷ്ണം ഇഞ്ചി, 3 അല്ലി വെളുത്തുള്ളി. ഇനി ഇവയെല്ലാം പ്രഷർ കുക്കറിലേക്ക് ഇട്ട് ചിക്കൻ നന്നായി കഴുകി വെച്ചതാണിത്. ഇതും കൂടി ചേർത്ത് കുക്കറിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് പ്രഷർ കുക്കർ അടച്ചു വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. 1 വിസിൽ ഹൈ ഫ്ലെയിമിലും 1 വിസിൽ ലോ ഫ്ലെയിമിലും ആണ് ഇതൊന്ന് വേവിച്ചെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് കോൺഫ്ലവറിന്റെ പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി 4 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്യാരറ്റും ക്യാപ്സിക്കവുമാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ചിക്കൻ വേവിച്ച വെള്ളമാണിത്. ചിക്കൻ ഇതിൽ നിന്ന് മാറ്റി വെച്ച് ഈ വെള്ളം നന്നായി ഒന്ന് അരിച്ചെടുക്കുക. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് വാടി വരുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ച ചിക്കൻ സ്റ്റോക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് 1 ടീസ്പൂൺ സോയാ സോസ്, 1/2 ടീസ്പൂൺ റെഡ് ചില്ലി സോസ്, 1 ടീസ്പൂൺ വിനാഗർ, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാം കൂടി ഇതിൽ മിക്സ് ചെയ്ത് നന്നായി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ വേവിച്ചു വെച്ച ചിക്കൻ ചെറുതായി മുറിച്ചൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഈ ഒരു ചിക്കൻ തിളച്ച് വന്ന ഈ വെള്ളത്തിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പിടുന്ന സമയത്ത് ശ്രദ്ധിക്കണം, കാരണം സോയാ സോസിൽ ഉപ്പുള്ളതാണ്. ശ്രദ്ധിച്ച് മാത്രം ഉപ്പ് ചേർക്കുക. ഇനി ഇതിലേക്ക് 1 കോഴിമുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നത്. മുട്ട കുറേശ്ശെയായി ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ കലക്കി വെച്ച കോൺഫ്ലവറിന്റെ പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ആഡ് ചെയ്യുന്നത് ചിക്കൻ സൂപ്പിന് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ്. ഇത് കുറേശ്ശെയായി ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം നന്നായി മിക്സായി തിളച്ചു വരുന്ന സമയത്ത് ഇതിന്റെ മുകളിൽ കുറച്ച് മല്ലിയില കൂടി വിതറിയാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഹോട്ട് ആൻഡ് സോർ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല അടിപൊളി ടേസ്റ്റിയാണിത്. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.